നമസ്കാരം. ഒരു നല്ല കോൺഗ്രസ്സുകാരന്റെ അവസ്ഥ നോക്കണേ. ഇന്നിപ്പോ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് മാത്രമേ സ്ഥാനമുള്ളൊരവസ്ഥയായി. സുധാകരനെ പോലെ അടിമുടി ഗാന്ധിയനായിട്ടുള്ള ഇത്രയും നല്ല കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അടിമുടി പാർട്ടിയായിരുന്ന ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ കണ്ടോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നെങ്കിൽ ഈ ഗതികേട് സുധാകരന് വരുമായിരുന്നു. സുധാകരനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ തന്നെ കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ഒരു മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് ആശയത്തെ, അതായത് ഗാന്ധിയൻ ആശയത്തെ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു മനുഷ്യനോട് കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിന് ഒരു പരിഗണനയുമില്ല. ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവും? ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണെന്നുള്ള പരിഗണന കൊടുക്കണ്ടേ? ഇത്രയും ആദർശധീരനായ ഒരു കാലഘട്ടത്തിൽ പാർട്ടിയെ വളർത്തിയ സിംഹമായിട്ടുള്ള വ്യക്തിയോട് ഈ അവഗണന കാണിക്കുന്നത് ശരിയാണോ? കറകളഞ്ഞ പാർട്ടിക്കാരോട്, മുതിർന്ന നേതാക്കന്മാരോട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇടപെടേണ്ടത് എന്ന് കമ്മികൾ കണ്ടുപഠിക്ക്. നിങ്ങൾ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരനെ ട്രീറ്റ് ചെയ്തല്ലോ, അതുപോലെ അല്ല കെ സുധാകരന്റെ കാര്യം കണ്ടുപഠിക്ക്. ഇങ്ങനെയാകണം ഒരു നേതാവിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ജി സുധാകരനോട് കാണിച്ച പോലെ കാണിച്ചു കളയരുത്. അവിടെ പ്രായപരിധിയൊക്കെ നിങ്ങൾ വയ്ക്കാൻ നിങ്ങൾ ആരാണ്? അതൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാത്തൊരവസ്ഥ വരുത്തിയെങ്കിൽ ഇപ്പോൾ കെ സുധാകരനെ എന്തോരം പരിഗണനയാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പാർട്ടി മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ, ഫേസ്ബുക്കിൽ കുറിക്കേണ്ട അവസ്ഥ. അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരെയും കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്ന രീതി കണ്ടിട്ട് വേണം നല്ല മാർക്സിസ്റ്റുകാർ, കാര്യം ഈ നല്ല മാർക്സിസ്റ്റുകാരുടെ സർട്ടിഫിക്കറ്റ് ഇവരാണല്ലോ കൊടുക്കുന്നത്. ഇവരും ഇവരുടെ മൂട് താങ്ങികളും ഇവർ വന്നാൽ മാത്രം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ മഹാന്മാരും നല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ജി സുധാകരനെ പോലെ ഒരു വ്യക്തി, അധികാരമോഹിയായിട്ടുള്ള വ്യക്തിയെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി പിന്തുണ കൊടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കൊടുത്തൊരു ഉപദേശം നല്ല മാർക്സിസ്റ്റുകാർക്ക് സ്ഥാനമില്ലത്രേ. ഇപ്പോ നല്ല കോൺഗ്രസ്സുകാരുടെ അവസ്ഥ കൂടി നാട് കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇടത്തേക്കാണ് ജി സുധാകരൻ ചെന്നു എന്ന് പറഞ്ഞാൽ എത്തേണ്ടവർ എത്തേണ്ടടുത്ത് ഏത് കാലത്തായിരുന്നാലും എത്തും. പുറമേ കാണിക്കുന്ന പുറംമൂച്ചിനപ്പുറം ഉള്ളാലെ എന്താണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോ ജി സുധാകരൻ എന്ന വ്യക്തിയിലൂടെ കാണുന്നത്. കാര്യം ഇന്നലകളിൽ നല്ല കമ്മ്യൂണിസ്റ്റ് ആക്കി കൊണ്ടുപോകുന്ന വ്യക്തിയെ ഏത് നല്ല കോൺഗ്രസ്സുകാർക്കിടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിലൊരു നല്ല കോൺഗ്രസ്സുകാരന്റെ ഇന്നത്തെ അവസ്ഥ, അതേ പേരിലുള്ള വ്യക്തി ഈ കാട്ടിക്കൂട്ടുന്ന കലഹങ്ങളും അതിനോടൊപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഏറ്റവും മികച്ച കോൺഗ്രസ്സുകാർ ഇടതുപക്ഷത്തിന്റെ നല്ല മാർക്സിസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നല്ല സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ നടക്കുന്നവന്മാർ ഏത് തരക്കാരാണെന്നും ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഈ നല്ല കമ്മ്യൂണിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടക്കുന്നവർ അഡ്രസ് ചെയ്യുന്നു എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില ആചാരങ്ങൾ. ചിലരെ ഇങ്ങനെ തമ്മിലടിക്കാർ, അധികാരമോഹികൾ, ആ അധികാരമോഹികൾ എല്ലാം കൂടി ചേർന്ന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ചില ഏറാൻ മൂളികൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങളും മതവിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില മഞ്ഞക്കാരെ എല്ലാം കടമെടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയാണ് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കെ സുധാകരനിലൂടെ നാട് കാണുന്നത്. ഇങ്ങനെയുള്ളവരാണ് ഏത് അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്നവർ. അതിനെ നമ്മുടെ നാട്ടിൽ ലഘൂകരിക്കുന്ന രീതിയുണ്ട്. അത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ്? അത് ഈ സവർണ പാർട്ടിക്ക് വലിയ സ്വാധീനം ഉള്ളിടത്തൊക്കെ അങ്ങനെയാണ്. അവർക്കതാകാം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊന്നും പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ, നല്ല മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ കുറെ ആശയങ്ങൾ പുറത്തേക്ക് പറയും. തൽക്കാലം അതനുസരിക്കാൻ സൗകര്യപ്പെടില്ല. ഇപ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കൊണ്ടുപോകാൻ പോകുന്ന ഇടത്തിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ കാണുമ്പോൾ നല്ല 916 കോൺഗ്രസ്സുകാർ ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നല്ലൊരു കമ്മ്യൂണിസ്റ്റിനെ കൊണ്ടുപോകുമ്പോൾ ആ നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇടതുപക്ഷത്തിൻ്റെയും ഭാഗമായി നിൽക്കുന്നവർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതുപോലെ തമ്മിലടിക്കുന്ന നേതാക്കന്മാർ, അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കുന്ന നേതാക്കന്മാർ, അവരെല്ലാം മഹാന്മാർ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായി കഴിഞ്ഞാൽ ചില ചിട്ടാവട്ടങ്ങൾ വേണം. വലിയ ഓഡിറ്റബിൾ ആണ്. അവർക്ക് നല്ല ഉടുപ്പിടാൻ പാടില്ല. അവർ ലളിത ജീവിതമേ നയിക്കാവൂ. അവർക്കൊരു നല്ല വീട് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ആഡംബരമാണ്. ഒരു കാറിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആർഭാടമാണ്. അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വലിയ ആർഭാടങ്ങളുടെ പട്ടികയിലാണ്. ഇതെല്ലാം ആർക്ക് ചെയ്യാം? നമ്മുടെ നാട്ടിലെ സവർണരാൽ നയിക്കപ്പെടുന്ന പാർട്ടിയിലുള്ളവർ ചെയ്താൽ
ചെയ്താലെല്ലാം അത് സർവ്വസാധാരണമല്ലേ? അത് കമ്മ്യൂണിസ്റ്റുകളല്ല, തൊഴിലാളി പാർട്ടിയിലുള്ളവർ എന്തേ ചെയ്യാവുള്ളൂ? അവർക്ക് ഇന്നലകളിൽ ചെയ്ത ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വന്നു കഴിഞ്ഞാൽ അവരെ മക്കളെ പഠിപ്പിക്കാൻ പാടില്ല, അവർ ആദർശമില്ലാത്തവരായി മാറും എന്ന് ആരാണ് പറയുന്നത്? ആ പറയുന്നതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടും. ഈ തമ്മിലടിക്കാർ, ഈ അധികാര വടംവലിക്കാർ, ഇവരാണോ ഇതുപോലെയൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനവുമില്ലാതെ, അധികാരക്കൊതിയില്ലാതെ പാർട്ടിയെ അനുസരിച്ച് കഴിയുന്നവരെല്ലാം മോശക്കാർ, നയിക്കുന്നവരെല്ലാം മോശക്കാരെന്ന് പറയുന്നവർ എന്താണ് എന്ന് കണ്ണു തുറന്നൊന്ന് കാണുക, ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.